ബിഗ് ഫൈറ്റിന്റെ കുറ്റിപ്പുറം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോട് പ്രേക്ഷകർക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഞാൻ വീണ്ടും പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. ആരോടാണ് ചോദ്യം? നവാസിനോടാണ് ചോദ്യം. ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFും CPMും കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. പക്ഷേ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനെതിരൊരു നിലപാടും ഇതുവരെ പറഞ്ഞിട്ടില്ല. MM ഹസൻ ഇതുമായി പറഞ്ഞത് എന്താണ്? ഈ നിലപാട് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇലക്ഷന്റെ ഭാഗത്ത് പറയില്ല. CAA ബന്ധപ്പെട്ട് എന്താണ് മലപ്പുറത്തെ ലീഗിന്റെ നിലപാട്? ശരി, ഞാൻ പറയാം. ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA എന്ന വാക്കില്ല എന്ന വിമർശനം കൂടി. അദ്ദേഹത്തിന്റെ ചോദ്യം CAA ബന്ധപ്പെട്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നാണ്. ഞാൻ പറയാം. ഇനി CAA എന്ന വാചകം ഞാൻ പറയട്ടെ. CAA എന്ന വാചകം കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും ഒക്കെ ആദ്യമായി കേൾക്കുന്ന ഒരു ഘട്ടമുണ്ട്. 2019 ഇന്ത്യയുടെ പാർലമെന്റിലാണ്. അത് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് 8 നിരാകരണ പ്രമേയങ്ങളാണ് ആ CAA-ക്കെതിരെ ഉണ്ടായത്. ആ നിരാകരണ പ്രമേയം 8 2 അവതരിപ്പിച്ചത് ഒന്ന് ET മുഹമ്മദ് ബഷീറും മറ്റൊന്ന് ഞങ്ങളുടെ MP-മാണ്. 2 MP-മാരാണ് നിരാകരണ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി എന്ന് പറയാന്ന് കാരണം മുഴുവൻ കേൾക്ക്. നിലപാടിന് കൊതറല്ലേ, അതാണ് ഈ പറയുന്നത്. കൊതറി കളിക്കല്ലേ പറഞ്ഞ നിലപാട്. അപ്പൊ ഇനി അന്ന് 2019 ഞാനൊന്ന് പറയട്ടെ. ഇരിക്ക്. അപ്പൊ ഞാൻ പറയാം. 2019 ഞാൻ പറയട്ടെ. 2019 ഈ ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സമയത്ത് അത് നോക്കണ്ട, അഫ്സലിന്റെ അനുയായി അല്ല, അപ്പൊ അതുണ്ടാവും, നോക്കണ്ട. 2019 ആദ്യമായി ഈ ചർച്ച ഉയർന്നു വരുന്ന സമയം മുതൽ അന്ന് മുതൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ ചർച്ച ഉയർന്നു വരുമ്പോ ആദ്യ 8 നിരാകരണ പ്രമേയങ്ങളിൽ ഒരൊറ്റൊന്ന് പോലും അവതരിപ്പിക്കാത്തവന്റെ പേരാ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് നിങ്ങൾ എഴുതി വെക്കണം. ഇനി അവിടെ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ അവസാനം അജിംസ് ചോദിച്ച ചോദ്യം, ഇപ്പൊ നിങ്ങൾക്ക് അതിൽ നിലപാടില്ലേ എന്നാണ്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി നിങ്ങൾ ലൈവ് ഇട്ടോ, രാഹുൽ ഗാന്ധി കോഴിക്കോട് സംസാരിക്കുമ്പോൾ പറയുന്നത് CAA-ക്കെതിരാണ്. ഞാൻ കേൾക്കാം. അനിരഞ്ജൻ ചൗധരി കേരളത്തിലേക്ക് വന്നില്ലല്ലോ. അദ്ദേഹം ഡൽഹിയിലല്ലേ ഉള്ളത്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ? CAA-ക്കെതിരാണ് ഞങ്ങൾ. അപ്പൊ CPM-കാരുടെ ചോദ്യമാണ്, ഇന്ത്യയുടെ ഇവരുടെ മാനിഫെസ്റ്റോയിൽ അത് ഇല്ലല്ലോ, ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അത് ഉണ്ടല്ലോ എന്നാണ്. ഭയങ്കര സംഭവമാണ്. CPM ഞാനെന്ന് പറയട്ടെ. ഇരിക്ക്. CPM-ന്റെ മാനിഫെസ്റ്റോയിൽ അതുണ്ടല്ലോ, ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അതുണ്ടല്ലോ, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അതില്ല എന്നാണ്. നിങ്ങൾ തർക്കിക്കൽ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് CPM-കാരന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം അല്ല, ആരോഗ്യകരമായ ചർച്ചയാണ് നമുക്ക് വേണ്ടത്. നിക്ക് ബഹളം വെക്കല്ലേ പ്ലീസ്. അല്ല, ഉത്തരം മുട്ടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ CAA നിങ്ങൾ എന്താണ്? ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ CAA പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ CAA പറഞ്ഞില്ലല്ലോ എന്നാണ് ഞങ്ങൾ കൃത്യമായ ഉത്തരം ഉണ്ട്. ജിംസ് ആ സഖാവിനോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വെണ്ടക്കാക്കിയത് CAA എഴുതി വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? 3 സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയാനാണ്? അപ്പൊ ഇനി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എന്തുകൊണ്ട് CAA വന്നില്ല എന്നാണ്. ഞാൻ 2 കാര്യങ്ങൾ വായിക്കാം. ഒന്ന്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി ഇവിടെ മൈനോറിറ്റിയെ കുറിച്ച് പറയുന്നു. ഞാനത് പറയട്ടെ. അവിടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ചും അതുപോലെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ച് പറയുന്നു. അവിടെ കൃത്യമായി പറയുന്നു മൈനോറിറ്റി അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തീർക്കട്ടെ.